ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെമ്മുകാരുടെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് എന്ന പുസ്തകത്തിലെ തേർഡ് ബ്ലോക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ബ്ലോക്കിൽ ആകെ ഒരൊറ്റ യൂണിറ്റേ ഉള്ളൂ. ആ യൂണിറ്റാണ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് റിസർച്ച് ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസസ് എന്നതിലെ തേർഡ് ബ്ലോക്ക് വരുന്നത് പ്രോജക്റ്റ് റിസോഴ്സസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. പ്രോജക്റ്റ് റിസോഴ്സസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ്, അതായത് അതിലാകെയുള്ള ഒരൊറ്റ യൂണിറ്റ് മേജർ കോമ്പണൻസാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡിസ്കസ് ദ ഹ്യൂമൻ ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. അതായത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മാനുഷിക വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ മാനുഷിക വശങ്ങൾ അഥവാ ഹ്യൂമൻ ആസ്പെക്ട്സ് പ്രോജക്റ്റിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ മാത്രം പോരാ, ആളുകളെ എങ്ങനെ നയിക്കുന്നു എന്നതും വളരെയേറെ പ്രധാനമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ നോക്കുക. ഒന്ന്, നേതൃത്വക്ഷമത എന്ന് പറയും, ലീഡർഷിപ്പ്, നേതൃത്വക്ഷമത. പ്രോജക്റ്റ് മാനേജർ ടീമിനെ പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യണം. രണ്ടാമത്തത് ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷൻ. വിവരങ്ങൾ വ്യക്തമായി പങ്കിടുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ മൂന്നാമത്തത് ടീം വർക്കാണ്. പ്രോജക്റ്റ് വിജയിക്കാൻ സഹകരണ മനോഭാവം അനിവാര്യമാണ്. നാലാമത്തത് പ്രചോദനമാണ്, മോട്ടിവേഷൻ. ടീം അംഗങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കും. അഞ്ചാമത്തത് സംഘർഷ നിയന്ത്രണമാണ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ടീമിലുണ്ടാകുന്ന തർക്കങ്ങൾ സമയബന്ധിതമായിട്ട് പരിഹരിക്കലാണ്. ആറാമത്തത് തീരുമാനമെടുക്കലാണ്, ഡിസിഷൻ മേക്കിംഗ്. വേഗത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പ്രോജക്റ്റ് പുരോഗതിക്ക് സഹായകരമാണ്. ഇനി ഏഴാമത്തത് മാനസിക ബുദ്ധിയാണ്, ഇമോഷണൽ ഇൻ്റലിജൻസ്. ടീം അംഗങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. എട്ടാമത്തത് സംസ്കാരപരമായ ബോധം, കൾച്ചറൽ അവയർനെസ് എന്ന് പറയും. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലുള്ള ആളുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സംസ്കാരപരമായ ബോധം ആവശ്യമാണ്. അങ്ങനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മാനുഷിക വശങ്ങൾ ടീമിൻ്റെ ഏകോപനം, പ്രചോദനം, നേതൃത്വം എന്നിവയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ ശരിയായിട്ട് കൈകാര്യം ചെയ്താൽ എന്താവാം, പ്രോജക്റ്റിൻ്റെ വിജയം ഉറപ്പാക്കാം. ഇനി ഇതിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡിസ്കസ് ദ റോൾ ഓഫ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഇൻ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുടെ പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഒരു പ്രൊജക്റ്റിലെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ അഥവാ PI പ്രോജക്റ്റിലെ ആകെ ഉത്തരവാദിത്വം വഹിക്കുന്ന മുഖ്യ വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഗവേഷണ പ്രോജക്റ്റുകളിൽ PIയുടെ പങ്ക് വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നോക്കാം. ഒന്ന്, പ്രൊജക്റ്റ് ആസൂത്രണമാണ്, പ്രൊജക്റ്റ് പ്ലാനിങ്. രണ്ടാമത്തത് നേതൃത്വവും ഏകോപനവും, ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ. മൂന്നാമത് വരുന്നത് ധനകാര്യ നിയന്ത്രണം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നാലാമത്തത് ഗുണമേന്മ ഉറപ്പാക്കലാണ്, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയും. അഞ്ചാമത്തത് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആറാമത്തത് പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിങ്. പിന്നെ ഏഴാമത്തെ ഉത്തരവാദിത്തം ഫലപ്രചരണം, അതായത് എന്താണെന്ന് വെച്ചാൽ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ എട്ടാമത്തത് നൈതിക ഉത്തരവാദിത്വം, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന്. ഗവേഷണത്തിൽ നൈതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കലാണ്. ഡാറ്റയുടെ വിശ്വാസ്യതയും സത്യസന്ധതയും ഒക്കെ അതിലൂടെ ഉറപ്പാക്കപ്പെടും. അങ്ങനെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രൊജക്റ്റിൻ്റെ മസ്തിഷ്കവും നേതാവുമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രൊജക്റ്റിൻ്റെ ആസൂത്രണം മുതൽ ഫലപ്രഖ്യാപനം വരെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് അതിന് ആൻസറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഇൻ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിലെ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുടെ പ്രാധാന്യവും പങ്കും നോക്കുക എന്തൊക്കെയാണെന്ന്. ഒരു പ്രൊജക്റ്റിലെ കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, PI എന്ന് പറയും കേട്ടോ. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിന് എന്താണ് PI പോലെ തന്നെ സഹായകരമായിട്ടും അതുപോലെ തന്നെ നേതൃത്വപരമായിട്ടും സഹനേതൃത്വം വഹിക്കുന്ന ആളായിട്ടും പ്രവർത്തിക്കാനുണ്ട്. പ്രത്യേകിച്ച് വലിയ ഗവേഷണ പ്രോജക്റ്റുകളിൽ PIയുടെ പങ്ക് ഏറെ നിർണായകമാണ്. കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, പ്രവർത്തന ഭാരം പങ്കിടലാണ്. PIയുടെ ചുമതലകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തന ഭാരം പങ്കിടുക. രണ്ടാമത്തത് വൈവിധ്യമാർന്ന വിദഗ്ധത, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള അറിവ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം സഹായിക്കും. പിന്നെ മൂന്നാമത് വരുന്നത് സ്ഥിരതയും തുടർച്ചയുമാണ്. അതായത് PIക്ക് വല്ല തടസ്സങ്ങളും ഉണ്ടായാൽ PI പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ അതായത് PIയുടെ പ്രധാന
പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി PI ഇൻവെസ്റ്റിഗേറ്ററുടെ പ്രധാന പങ്കുകൾ നോക്കാം. പ്രാധാന്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പങ്കുകൾ നോക്കാം. ഒന്നാമത്തത് ആസൂത്രണത്തിൽ സഹകരണമാണ്. രണ്ടാമത്തത് പ്രോജക്റ്റ് നടപ്പാക്കലാണ്. വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലൂടെ പ്രൊജക്റ്റ് നടപ്പാക്കലാണ്. മൂന്നാമത്തത് ധനകാര്യവും വിഭവങ്ങൾ നിയന്ത്രിക്കലുമാണ്. ബജറ്റ് വിനിയോഗത്തിൽ PIയെ സഹായിക്കുക എന്നുള്ളത്. പിന്നെ ആശയവിനിമയം, നാലാമത്തെ പങ്കെന്ന് പറയുന്നത് ആശയവിനിമയം. ടീം അംഗങ്ങൾക്കും PIക്കും ഇടയിൽ ബന്ധം സ്ഥാപിക്കുക. പിന്നെ അഞ്ചാമത്തത് ഗുണമേന്മയും മേൽനോട്ടവും, ഗവേഷണത്തിൻ്റെ നിലവാരം ഉറപ്പാക്കൽ. പിന്നെ ആറാമത്തത് പ്രശ്നപരിഹാരം, പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹകരിക്കുക. പിന്നെ ഏഴാമത്തത് ഫലപ്രചരണം, ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിലും അവതരിപ്പിക്കുന്നതിലൊക്കെ പങ്കുവഹിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രൊജക്റ്റിൻ്റെ സഹനേതാവായിട്ട് പ്രവർത്തിച്ച് PIയുടെ പ്രവർത്തന ഭാരങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ പങ്കിടുകയും പ്രൊജക്റ്റിൻ്റെ കാര്യക്ഷമതയും ഗുണമേന്മയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി ഇതിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് റിസർച്ച് അസോസിയേറ്റ്സ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ, അതായത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലും അത് ഇംപ്ലിമെൻറ്റേഷൻ, അതായത് നടപ്പാക്കലിലും റിസർച്ച് അസോസിയേറ്ററുടെ വ്യാപ്തി ചർച്ച ചെയ്യാനാണ്. ഒരു പ്രൊജക്റ്റ് റിസർച്ച് അസോസിയേറ്ററുകൾ, പിന്നെ ഒരു പ്രൊജക്റ്റിലെ റിസർച്ച് അസോസിയേറ്ററുകൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലും നടപ്പാക്കലിലും എന്താണ് നിർണായകമായി പങ്കുവഹിക്കുന്ന പ്രവർത്തക ശക്തിയാണ്. അവർ പ്രായോഗിക തലത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. റിസർച്ച് അസോസിയേറ്ററുടെ വ്യാപ്തി, സ്കോപ്പ് ചോദിച്ചാൽ ഡാറ്റ ശേഖരണവും വിശകലനമാണ് ഒന്നാമതായിട്ട്. രണ്ടാമത്തത് പ്രോജക്റ്റ് നടപ്പാക്കലാണ്. മൂന്നാമത്തത് സാങ്കേതികമായിട്ടുള്ള പിന്തുണ നൽകൽ. നാലാമത്തത് രേഖപ്പെടുത്തലും റിപ്പോർട്ടിംഗ്, ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ രേഖപ്പെടുത്തൽ. അഞ്ചാമത്തത് ടീമിനൊപ്പം സഹകരണം, PI, PI, മറ്റ് ടീം അംഗങ്ങൾ എന്നിവരുമായിട്ട് ഏകോപനം നടത്തുക. പിന്നെ ആറാമത്തത് ഗുണമേന്മ ഉറപ്പാക്കൽ. 7 ഫീൽഡ് പ്രവർത്തനങ്ങൾ, ഫീൽഡ് സന്ദർശനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത്. എട്ടാമത്തത് ഫലപ്രചരണം, റിപ്പോർട്ടുകൾ, പ്രബന്ധങ്ങൾ, അതുപോലെ പ്രസൻറ്റേഷനുകളൊക്കെ തയ്യാറാക്കുന്നതിൽ സഹായിക്കാം. ഇനി പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ അവരുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ സമയക്രമം പാലിക്കാൻ സഹായിക്കും. പിന്നെ പ്രവർത്തനങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കും. റിസോഴ്സ് ഉപയോഗം കാര്യക്ഷമമാക്കും. പ്രശ്നങ്ങൾ ഉടൻ തിരിച്ചറിഞ്ഞ് മേൽനോട്ട സംഘത്തെ അത് അറിയിക്കും. അങ്ങനെ റിസർച്ച് അസോസിയേറ്ററുകളെ പ്രോജക്റ്റിൻ്റെ പ്രവർത്തന കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നു. ഇനി ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, എലാബറേറ്റ് ഓൺ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റ്സ് ഇൻ എ സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ചിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്ററുകളുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കാനാണ്. അപ്പോൾ സോഷ്യൽ റിസർച്ചിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റുകൾ ഉയർന്ന നിലവാരത്തിലുള്ള ഗവേഷണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന വിദഗ്ധരായിട്ടുള്ളൊരു വിഭാഗമാണ്. അതിൽ പ്രധാന റോളുകൾ ഗവേഷണ രൂപകൽപ്പന ഒന്നാമത്തത്, രണ്ടാമത്തത് ഉയർന്ന നിലവാരത്തിലുള്ള വിശകലനത്തിന് സഹായിക്കുന്നു, 3 നേതൃത്വവും മേൽനോട്ടവുമാണ്. നാലാമത് വരുന്നത് ഗവേഷണ പ്രസിദ്ധീകരണം, 5 ഫണ്ടിങ് പ്രൊപ്പോസൽ തയ്യാറാക്കലാണ്, ഗ്രാൻഡ് റൈറ്റിംഗ് എന്ന് പറയും കേട്ടോ. ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൊജക്റ്റിൻ്റെ ഏകോപനമാണ് ഒന്ന്, മറ്റൊന്ന് ഗുണമേന്മയും നൈതികതയും ഉറപ്പുവരുത്തുക, മൂന്നാമത്തത് ഡാറ്റ മാനേജ്മെൻറ്റ്, 4 പരിശീലനവും ശേഷി വികസനവും, 5 ഫീൽഡ് ഗവേഷണ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത്. ഇനി അവരുടെ പ്രാധാന്യം ചോദിച്ചാൽ ഗവേഷണത്തിൻ്റെ ഗുണമേന്മ ഉയർത്തുന്നു, അതേപോലെ തന്നെ നവോത്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നു, പ്രോജക്റ്റിൻ്റെ കാര്യക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നു. ഇത്രയാണ് അതിൽ വരുന്ന ആൻസറായിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇല്ലുസ്ട്രേറ്റ് ദ നീഡ് ഫോർ ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ പ്രോജക്റ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. പ്രോജക്റ്റ് ആസൂത്രണത്തിലും മാനേജ്മെൻറ്റിലും സൗകര്യങ്ങളുടെയും ഉപകരണങ്ങളുടെയും ആവശ്യകത ചിത്രീകരിക്കാനാണ്. അപ്പോൾ സൗകര്യങ്ങളുടെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വേണം, അതായത് ഓഫീസ് സ്പേസ് വേണം, ലാബ് വേണം, ഫീൽഡ് സെൻറ്ററുകൾ എന്നിവ വേണം. അതുപോലെ ടീം അംഗങ്ങൾക്കുള്ള പ്രവർത്തന അന്തരീക്ഷവും സൃഷ്ടിക്കണം. പിന്നെ ആശയവിനിമയ സൗകര്യങ്ങളാണ്, പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ്, പിന്നെ വരുന്നത് ഗതാഗത സൗകര്യങ്ങളാണ്. ഇനി ഉപകരണങ്ങളുടെ ആവശ്യകത എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളുകൾ വേണം, സാങ്കേതിക ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, പിന്നെ ആശയവിനിമയ ടൂളുകൾ വേണം, ഡോക്യുമെൻറ്റേഷൻ ടൂളുകളുടെ ആവശ്യമുണ്ട്. ഇനി പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ഇവയുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ സമയ നിയന്ത്രണത്തിന് ഇവ ആവശ്യമാണ്, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമുണ്ട്, സമന്വയതയെ കൂട്ടിയോജിപ്പിക്കുന്നതിന് ആവശ്യമുണ്ട്, പിന്നെ റിസ്ക് കുറയ്ക്കുന്നതിനും ഇതിൻ്റെ ആവശ്യകത ഉണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ഇതാണ് 3ാമത്തെ ബ്ലോക്ക്. ഓക്കെ, താങ്ക്സ്.